നമസ്കാരം, ഞാൻ ഡോക്ടർ ബീന. എൻ്റെ നുറുങ്ങ് ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ലീഡർ എങ്ങനെയാകണം, ആകാതിരിക്കണം എന്ന് നമുക്ക് നോക്കാം. ഒരു ലീഡർ എന്ന് പറയുന്നത് അധികാരത്തിലിരിക്കുന്ന ഒരാളെ മാത്രമല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വഴികാട്ടിയും പ്രചോദനവുമായ ഒരാളെ കൂടിയാണ്. ഒരാൾ നല്ല ലീഡറായി മാറണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില ഗുണങ്ങൾ അത്യാവശ്യമാണ്. ഒരു ലീഡറുടെ വാക്കിനും പ്രവൃത്തിക്കും തമ്മിൽ ഏകോപനമുണ്ടായിരിക്കണം. സത്യസന്ധതയും നിഷ്ഠയും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം അദ്ദേഹം. ഭാവി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുവാനും അതിലേക്ക് കൂട്ടത്തെ നയിക്കുവാനും കഴിവുള്ളവനാകണം. ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങാതെ വലിയ ലക്ഷ്യം മുന്നിൽ വെക്കണം. ലീഡർ തൻ്റെ കൂട്ടുകാരുടെ, സഹപ്രവർത്തകരുടെ, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്കായി പ്രവർത്തിക്കണം. അധികാരം പ്രദർശിപ്പിക്കാനല്ല, സേവിക്കാനായിരിക്കണം മനസ്സിൽ ഉന്നം വെക്കേണ്ടത്. സ്വന്തം അഭിപ്രായം മാത്രം പറയുന്നവനല്ല, മറിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുന്നവനായി മാറണം. നല്ല തീരുമാനങ്ങൾ കൂട്ടായ്മയിൽ നിന്ന് വരുന്നു. പ്രതിസന്ധികൾ വന്നാൽ പേടിക്കാതെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും കഴിവ് ഉണ്ടാകേണ്ടതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരു ലീഡർ അധികാരം പിടിച്ച് നിൽക്കുന്നവനല്ല, മറിച്ച് ജനങ്ങളുടെ മുന്നിൽ നിന്ന് വഴികാട്ടി, പിന്നിൽ നിന്ന് പ്രചോദിപ്പിച്ച്, ഇടയിൽ നിന്ന് കരുത്തോടെ കൈപിടിച്ച് നയിക്കുന്നവനാകണം. ഒരു നേതാവിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പറയുന്നതിലും ചെയ്യുന്നതിലും സത്യസന്ധതയുള്ള ഒരു നിലപാടുണ്ടാകണം. വഞ്ചന, കപടം, കള്ളം ഇവ ഇല്ലാതെ തുറന്ന മനസ്സോടെ ജീവിക്കണം. ഭാവിയിൽ സമൂഹം എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് വ്യക്തമായി കാണാനുള്ള കഴിവുണ്ടാകണം. വലിയ ലക്ഷ്യത്തിനായി ചെറിയ ചുവടുവെപ്പുകൾ എടുക്കാൻ പ്രചോദിപ്പിക്കണം. അനുയായികളുടെ ജീവിതം മനസ്സിലാക്കുകയും അവരെ കരുതുകയും വേണം. അവരുടെ സന്തോഷം, പ്രശ്നവും പങ്കിടുന്ന മനസ്സുണ്ടാകണം. പ്രയാസങ്ങൾ വന്നാലും ശരിയായ കാര്യത്തിന് നിലകൊണ്ട് നിൽക്കുന്നവനാകണം. സ്വാർത്ഥത ഇല്ലാതെ നീതിയോടെ തീരുമാനങ്ങൾ എടുക്കണം. സ്വന്തം ജീവിതത്തിലൂടെ തന്നെ അനുയായികൾക്ക് മാതൃക കാട്ടിക്കൊടുക്കണം. ഞങ്ങൾക്ക് കഴിയും എന്ന ആത്മവിശ്വാസം അവരിൽ വളർത്തണം. അധികാരത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ അടിച്ചമർത്തി സേവനം ചെയ്യാൻ താല്പര്യം കാണിക്കണം. സ്വന്തം നേട്ടത്തെക്കാൾ സമൂഹത്തിൻ്റെ നേട്ടം മുൻനിർത്തി പ്രതിസന്ധി വരുമ്പോൾ പെരുമാറാനും അറിയണം. ഒരു നേതാവിൻ്റെ വ്യക്തിജീവിതം അവൻ്റെ നേതൃത്വത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. പുറത്തുള്ള പ്രവർത്തനത്തെക്കാൾ ശക്തമാണ് വ്യക്തിജീവിതം നൽകുന്നത് എന്ന സന്ദേശം ഉണ്ടാകണം. ഒരു നേതാവിൻ്റെ വ്യക്തിജീവിതം സുതാര്യവും സംശുദ്ധവുമാകണം. മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം സത്യം, അഹിംസ, ലാളിത്യം എന്നിവയിൽ കേന്ദ്രീകരിച്ചിരുന്നു. വസ്ത്രധാരണത്തിൽ പോലും ലാളിത്യം അദ്ദേഹം പാലിച്ചു. കുടുംബത്തോടുള്ള ബന്ധത്തിലും സമൂഹത്തോടുള്ള ബന്ധത്തിലും സുതാര്യത പുലർത്തി. അതുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ മഹാത്മാ എന്ന് അംഗീകരിച്ചത്. APJ അബ്ദുൽ കലാം പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ പോലും വ്യക്തിജീവിതത്തിൽ അദ്ദേഹം വളരെ ലാളിത്യം കാണിച്ചു. വ്യക്തിപരമായ സമ്പാദ്യങ്ങൾ ഇല്ലാത്തൊരു നേതാവായിരുന്നു അദ്ദേഹം. കുടുംബ ബന്ധങ്ങളിലും സ്വകാര്യ ഇടപാടുകളിലും സത്യസന്ധനും വിനയം ഉള്ളവനുമായിരുന്നു. ജനങ്ങളുടെ പ്രസിഡന്റ് എന്നാണ് നെൽസൺ മണ്ടേലയെ എല്ലാവരും വിളിച്ചിരുന്നത്. 27 വർഷം ജയിലിൽ കഴിഞ്ഞിട്ടും വൈരാഗ്യം സൂക്ഷിക്കാതെ ക്ഷമ പ്രകടിപ്പിച്ചു. സ്വന്തം ജീവിതത്തിൽ കാണിച്ച ആത്മനിയന്ത്രണവും ധൈര്യവും രാജ്യ നേതൃത്വത്തിൽ പ്രതിഫലിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം തന്നെയാണ് ദക്ഷിണാഫ്രിക്കയെ ഒന്നിപ്പിച്ചതും. ഇനി ഒരു പുതിയ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.